Good morning, students. Now we are studying about the linear effects in optical fiber. Okay, it includes attenuation, absorption, scattering, and bending. Okay, and we have already discussed attenuation. Okay, now we are discussing about absorption. What is absorption? The second linear effects in optical fiber is absorption. Okay. So, as the name itself, what is absorption? Absorption means a part of energy is absorbed. That is absorption. That is, absorption of light energy due to heating of impurities results in dimming of light at the end of the fiber. എന്ന് വെച്ചാൽ ഇമ്പ്യൂരിറ്റീസ് ഫൈബറിൽ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും അല്ലെ. ഇമ്പ്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ചെളി മണ്ണ് അങ്ങനെയല്ല. ഇമ്പ്യൂരിറ്റീസ് പറഞ്ഞാൽ ഒരു മെറ്റീരിയല് സിലിക്കൺ ഡയോക്സൈഡ് കൊണ്ടാണ് ഒരു ഫൈബർ ഉണ്ടാക്കിയിരുന്നെങ്കിൽ ആ ഒരു ഫൈബറിൽ വേറെ ഏതെങ്കിലും മെറ്റലിന്റെ കോമ്പോസിഷൻ ഉണ്ടെങ്കിൽ ആ കോമ്പോസിഷൻ എന്താണ്? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇമ്പ്യൂരിറ്റിയാണ്. ഓക്കെ, ഈ ഇമ്പ്യൂരിറ്റി അതായത് നമ്മുടെ ഫൈബറിലൂടെ ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യാണ്. അപ്പോ ഈ ഇമ്പ്യൂരിറ്റീസ് എന്ത് ചെയ്യാ? ഹീറ്റ് ചെയ്യും അല്ലെ. ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഹീറ്റ് ചെയ്യാന്ന് പറഞ്ഞാല് ഹീറ്റ് ചെയ്യാന്ന് പറഞ്ഞാല് അതൊരു ഹീറ്റിന്റെ ഫോമിലോട്ട് മാറുകയാണ്. ഓക്കെ, അപ്പൊ ഹീറ്റ് ആയിട്ട് പോകുമ്പോ ഹീറ്റ് വരുമ്പോ ചെറുതായിട്ട് ഇമ്പ്യൂരിറ്റീസ് തമ്മിൽ ഹീറ്റ് ചെയ്ത് പോകും. അതായത് ഇമ്പ്യൂരിറ്റീസ് അബ്സോർബ് ചെയ്യാണ്. ഈ ലൈറ്റിനെ ഇമ്പ്യൂരിറ്റീസ് ഈ ലൈറ്റിനെ അബ്സോർബ് ചെയ്യും. അങ്ങനെ ബാക്കിയുള്ള അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും? ഡിമ്മിങ് ഓഫ് ലൈറ്റ് സംഭവിക്കും. അതായത് എൻഡ് ഓഫ് ദ ഫൈബർ, ഈ ഒരു ലൈറ്റ് ഫൈബറിന്റെ എൻഡിലെത്തുമ്പോഴത്തിന് അതിൽ കുറച്ച് ലോസ് സംഭവിക്കും. ഈ ലോസ് ഡ്യൂ ടു ദ അബ്സോർപ്ഷൻ ഓഫ് ഇമ്പ്യൂരിറ്റീസ്. ഈ ലൈറ്റിനെ ചില ഇമ്പ്യൂരിറ്റീസ് അബ്സോർബ് ചെയ്യും. ആ ഇമ്പ്യൂരിറ്റീസിനെ അബ്സോർബ് ചെയ്യുന്ന എന്തിന്റെ ഫോമിലാണ്? ഹീറ്റിന്റെ ഫോമിലായിരിക്കും. ഓക്കെ, സോ അബ്സോർപ്ഷൻ ഓഫ് ലൈറ്റ് എനർജി ബൈ ഇമ്പ്യൂരിറ്റീസ്. ഓക്കെ, ഇമ്പ്യൂരിറ്റീസ് ലൈറ്റ് എനർജിനെ അബ്സോർബ് ചെയ്തിട്ട് നമ്മുടെ ലൈറ്റിൽ, അപ്പൊ ഇമ്പ്യൂരിറ്റീസിന് ലൈറ്റിൽ എന്തുണ്ട്? ഇൻഫോർമേഷൻസ് ഉണ്ട്. സോ ഇൻഫോർമേഷൻ, ഈ ലൈറ്റിന്റെ ഒരു പാർട്ട്, ഒരു ചെറിയ പാർട്ട് ഇമ്പ്യൂരിറ്റീസ് അബ്സോർബ് ചെയ്താൽ അതിൽ വരുന്ന ഇൻഫോർമേഷനിൽ ചേഞ്ച് വരും അല്ലെ. ദാറ്റ് ഈസ് കാൾഡ് അബ്സോർപ്ഷൻ. അതൊരു ടൈപ്പ് ലോസ് ആണ്. Absorption is defined as the portion of attenuation resulting from conversion of optical power into another energy form such as heat. ഓക്കെ, ഇതിനെ വേറൊരു രീതിയിൽ പറഞ്ഞതാണ് നെക്സ്റ്റ്. ഇതെന്താ പറയുന്നത് വെച്ചാൽ നമ്മൾ അറ്റുനേഷൻ പഠിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ അറ്റുനേഷൻ ഉണ്ടാവാൻ കാരണം അബ്സോർപ്ഷനും അതുപോലെ തന്നെ സ്കാറ്ററിങ്ങും അതുപോലെ തന്നെ ബെൻഡിങ്ങും ഒക്കെയാണ് അറ്റുനേഷൻ ഉണ്ടാവാൻ കാരണം. നമ്മൾ അറ്റുനേഷൻ പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു. വാട്ട് ഇസ് അറ്റുനേഷൻ? അറ്റുനേഷൻ എന്ന് പറയുമ്പോൾ ഒരു സിഗ്നലിന്റെ സ്ട്രെങ്ത്തിൽ ഉണ്ടാവുന്ന ചേഞ്ച്. നമ്മൾ ഒരു ഗ്രാഫ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സിഗ്നല്, അതിന്റെ പവർ ഉണ്ടാവും, ഒപ്റ്റിക്കൽ പവർ ഉണ്ടാവും. അത് ഫൈബറിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ അതിന്റെ പവർ റെഡ്യൂസ് ചെയ്യും. അപ്പൊ ഈ പവർ നമുക്കറിയാം, എനർജി ഇസ് നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡെസ്ട്രോയ്ഡ്. അപ്പൊ ഈ പവർ എങ്ങനെ റെഡ്യൂസ് ചെയ്തു? ഈ പവർ റെഡ്യൂസ് ചെയ്യുന്നത് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് ആണെങ്കിൽ അതിനാണ് എന്ത് പറയാ? അബ്സോർപ്ഷൻ. ഓക്കെ, അപ്പൊ അറ്റുനേഷനില് നമ്മൾ ഒരു പോർഷൻ ഓഫ് എനർജി, അതായത് ഒപ്റ്റിക്കൽ പവർ, ഒരു ഇൻപുട്ട് പവറിന് ഔട്ട്പുട്ട് പവർ ആകുമ്പോൾ ഒപ്റ്റിക്കൽ പവർ റെഡ്യൂസ് ചെയ്തു. അപ്പൊ എന്താ ചെയ്യുന്നത്? ഒരു പാർട്ട് ഓഫ് ഒപ്റ്റിക്കൽ പവർ എന്തായിട്ടുണ്ട്? വേറൊരു എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഹീറ്റ് എനർജി. ഈ ഹീറ്റ് എനർജി എങ്ങനെ ഫോം ചെയ്യുന്നത്? ആസ് എ റിസൾട്ട് ഓഫ് അബ്സോർപ്ഷൻ ബൈ ദ ഇമ്പ്യൂരിറ്റീസ്. ഈ ഇമ്പ്യൂരിറ്റീസ് ഈ ലൈറ്റിന്റെ ഒരു പാർട്ട് അബ്സോർബ് ചെയ്യുമ്പോഴാണ് ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇൻ ദ ഫോം ഓഫ് എനർജി കൺവേർഷൻ, ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. Okay, so that is absorption. Absorption is defined as the portion of attenuation resulting from conversion of optical power into another energy form such as heat. വേറൊരു എനർജി ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്, അതായത് ഹീറ്റ്. ഈ ഹീറ്റ് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ലൈറ്റ് നമ്മുടെ ഫൈബറിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യാണ്. അപ്പൊ ഈ ഫൈബറിനകത്ത് എന്തുണ്ടാവാം? ഇമ്പ്യൂരിറ്റീസ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെറ്റൽസ് കയറിയിട്ടുണ്ടാവാം. അപ്പൊ ഇമ്പ്യൂരിറ്റീസ് എന്ത് ചെയ്യും? ഈ ലൈറ്റിനെ അബ്സോർബ് ചെയ്യും. ഈ ലൈറ്റിനെ അബ്സോർബ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഹീറ്റായിട്ട് അബ്സോർബ് ചെയ്യുമ്പോൾ ഹീറ്റായിട്ട് അത് പുറത്തു വരും. അപ്പൊ ഹീറ്റായിട്ടാണ് ഇമ്പ്യൂരിറ്റി അബ്സോർബ് ചെയ്തത് ഹീറ്റായിട്ട് പുറത്തു വരും. അപ്പോ എന്താവുന്നു? അതിന്റെ സിഗ്നലിന്റെ സ്ട്രെങ്ത് കുറയും. അതായത് നമ്മുടെ ലൈറ്റ് കുറച്ച് ഡിമ്മാവും. ഡിമ്മിങ് ഓഫ് ലൈറ്റ് സംഭവിക്കും. അതായത് ലൈറ്റിന്റെ ഒരു ചെറിയ പോർഷന് ഹീറ്റ് എനർജി ആയിട്ട് ലോസ് ആവും. അതായത് ചെറിയൊരു ഇൻഫോർമേഷനിൽ ഡിഫക്റ്റ് വരും. ദാറ്റ് ഈസ് കാൾഡ് അബ്സോർപ്ഷൻ.
ഇത് എന്തൊക്കെയാ കാരണങ്ങൾ? ഡ്യൂ ടു അറ്റോമിക് സ്ട്രക്ചർ ഡിഫക്ട്സ് ഓഫ് ഫൈബർ മെറ്റീരിയൽ. അറ്റോമിക് സ്ട്രക്ചറിൽ ഉണ്ടാവുന്ന ഡിഫക്ട്സ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇമ്പ്യൂരിറ്റീസ് ഇൻ ദ ഫൈബർ മെറ്റീരിയൽ. ഫൈബർ മെറ്റീരിയൽസിൽ ഇമ്പ്യൂരിറ്റി ഉണ്ടാവുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? ഈ പവർ ഹീറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ പവർ റെഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഡ്യൂ ടു ഇമ്പ്യൂരിറ്റീസ്, ഡ്യൂ ടു അറ്റോമിക് സ്ട്രക്ചർ ഡിഫക്ട്സ്. ദെൻ തേർഡ് വൺ ഡ്യൂ ടു ബേസിക് ഫൈബർ മെറ്റീരിയൽ. ഈ ഫൈബർ മെറ്റീരിയൽ ഇമ്പ്യൂരിറ്റി ഒന്നും ഇല്ലാതെ ഒരു ബേസിക് ആയിട്ടുള്ള ഫൈബർ മെറ്റീരിയൽ സിലിക്കൺ ഡയോക്സൈഡ് ആണെങ്കിൽ ഇമ്പ്യൂരിറ്റി ഒന്നും ഇല്ലാതെ പ്യൂർ സിലിക്കൺ ഡയോക്സൈഡ് വന്നാൽ വരെ നമുക്ക് എന്ത് സംഭവിക്കും? ഈ അബ്സോർപ്ഷന് ചില കേസിൽ സംഭവിക്കും. ഓക്കെ, അപ്പോ അബ്സോർപ്ഷൻ നമുക്ക് രണ്ട് ടൈപ്പ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് ഇൻട്രിൻസിക് അബ്സോർപ്ഷൻ ആൻഡ് സെക്കൻഡ് വൺ ഈസ് എക്സ്ട്രിൻസിക് അബ്സോർപ്ഷൻ. In a loss mechanism related to the material composition and fabrication process of the fiber. അതായത് അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടൊക്കെ ഉണ്ടാവുക? മെറ്റീരിയലിൽ വരുന്ന കോമ്പോസിഷൻ കൊണ്ടും അതുപോലെ തന്നെ ഫാബ്രിക്കേഷൻ പ്രോസസ്സിൽ വരുന്ന ചേഞ്ചസും. ഫാബ്രിക്കേഷൻ പ്രോസസ്സ് കൊണ്ടും അതുപോലെ തന്നെ മെറ്റീരിയൽ കോമ്പോസിഷൻ കൊണ്ടുണ്ടാവുന്ന ലോസ് ആണ് എന്ത്? അബ്സോർപ്ഷൻ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഫാബ്രിക്കേഷൻ പ്രോസസ്സിൽ വരുന്ന ഫൈബറിൽ വരുന്ന പ്രശ്നം കൊണ്ടായിരിക്കാം ഇൻട്രിൻസിക് അബ്സോർപ്ഷൻ വരുന്നത്. മെറ്റീരിയൽ കോമ്പോസിഷൻ അതായത് ഒരു ഇമ്പ്യൂരിറ്റി കടന്നതുകൊണ്ടാണ് എന്ത് വരുന്നത്? എക്സ്ട്രിൻസിക് അബ്സോർപ്ഷൻ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇൻട്രിൻസിക്കും എക്സ്ട്രിൻസിക്കും ഒന്നും കൂടി എലാബറേറ്റ് ആയി പഠിക്കാം. വാട്ട് ഇസ് ഇൻട്രിൻസിക് അബ്സോർപ്ഷൻ? ഇൻട്രിൻസിക് അബ്സോർപ്ഷൻ എന്ന് പറയുമ്പോൾ ഇൻട്രിൻസിക് മെറ്റീരിയൽ അതിന്റെ പ്യൂർ മെറ്റീരിയൽ ആണ്. അപ്പോൾ ഒക്കേഴ്സ് ഇൻ ഫൈബർ മെയ്ഡ് ഓഫ് പ്യൂർ സിലിക്ക, അതായത് പ്യൂർ സിലിക്ക കൊണ്ട് ഉണ്ടാക്കി, അതായത് ഇമ്പ്യൂരിറ്റീസ് ഒന്നുമില്ല, വേറെ ഒരു മെറ്റലും കൺസ്ട്രക്ഷൻ ടൈമിൽ ഒരു മെറ്റൽ ഫാബ്രിക്കേഷൻ ടൈമിൽ വന്നിട്ടില്ല. ഈ സിലിക്ക അല്ലെങ്കിൽ ഫൈബർ ഈസ് ഓൺലി മെയ്ഡ് ഓഫ് സിലിക്ക, അതായത് പ്യൂർ സിലിക്കയിൽ ആണ് ഫൈബർ കൺസ്ട്രക്ട് ചെയ്തെങ്കിലും എന്ത് വരും? Can happen in UV, okay, occurs in fiber. Okay, അപ്പൊ ഇൻട്രിൻസിക് അബ്സോർപ്ഷനിൽ പ്യൂർ സിലിക്കയിൽ വരെ അബ്സോർപ്ഷൻ സംഭവിക്കും. എവിടെയൊക്കെ? Can happen in UV and IR regions. UV അൾട്രാവയലറ്റ് ആൻഡ് ഇൻഫ്രാറെഡ് റീജിയൻസിൽ ചില അബ്സോർപ്ഷൻ സംഭവിക്കും. ഓക്കെ, അപ്പോൾ അത് പ്യൂർ സിലിക്ക ആണെങ്കിലും പ്യൂർ സിലിക്ക ആകുമ്പോൾ രണ്ട് റീജിയനിലെ സംഭവിക്കുള്ളൂ. അൾട്രാവയലറ്റ് റീജിയനിലും ഇൻഫ്രാറെഡ് റീജിയനിലും ആണ് പ്യൂർ സിലിക്ക ആണെങ്കിൽ അബ്സോർപ്ഷൻ സംഭവിക്കുക. ഓക്കെ, ഈ അൾട്രാവയലറ്റിൽ എങ്ങനെ അബ്സോർപ്ഷൻ സംഭവിക്കാൻ പറഞ്ഞുതരാം. അബ്സോർപ്ഷൻ ഇൻ UV region is due to stimulation of electron transition within the glass by high energy excitation. ഓക്കെ, ഞാൻ UV റീജിയനിലുള്ള അബ്സോർപ്ഷൻ എങ്ങനെ സംഭവിക്കുക പറയാം. അതായത് ഞാൻ പറഞ്ഞു ഈ അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാല് ഈ മെറ്റീരിയലിൽ വരുന്ന എന്താണ്? ഇമ്പ്യൂരിറ്റീസ് ആണെങ്കിലും അത് എനർജി എടുത്തിട്ട് അതെന്ത് ചെയ്യുന്നു? ഹീറ്റ് ആയിട്ട് പുറത്തു വിടുന്നു. പക്ഷെ ഇൻ UV റീജിയനിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാല് ഇതിന്റെ ഇലക്ട്രോൺസ്, അതായത് സിലിക്കൺ ഡയോക്സൈഡ് ഉണ്ടല്ലോ, സിലിക്കൺ ഡയോക്സൈഡിന്റെ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഈ ഫോട്ടോൺസ് നമ്മുടെ ഫൈബറിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അപ്പൊ ഇലക്ട്രോൺസ് ഈ ഫോട്ടോണിനെ എന്ത് ചെയ്യും? ഫോട്ടോൺസ് വന്ന് ഇലക്ട്രോൺസിൽ സ്ട്രൈക്ക് ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ ഈ ഇലക്ട്രോൺസ് ഫോട്ടോണിനെ അബ്സോർബ് ചെയ്യുന്നു പറയാം. ഓക്കെ, ഈ അബ്സോർപ്ഷൻ കൊണ്ട് എന്താ സംഭവിക്കുക വെച്ചാൽ ഫോട്ടോൺസ് അല്ലെങ്കിൽ ഇലക്ട്രോൺസ്, ഈ ഫോട്ടോൺസ് എന്ന് പറഞ്ഞാൽ എന്താ? ലൈറ്റ്. ഓക്കെ, ഈ പാക്കറ്റ് ഓഫ് ലൈറ്റിനെ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്യും. ഈ ഇലക്ട്രോൺസ് ഈ എനർജി അക്വയർ ചെയ്ത് എന്ത് കിട്ടും? ഇലക്ട്രോൺസ്, അതായത് സിലിക്കൺ ഡയോക്സൈഡിലെ ഇലക്ട്രോൺസ് ഈ ഫോട്ടോണിനെ അബ്സോർബ് ചെയ്തിട്ട് ഇത് ഹയർ എനർജി ലെവലിലോട്ട് എക്സൈറ്റ് ചെയ്യും. എക്സൈറ്റേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എക്സൈറ്റ് ചെയ്യും. ഹയർ വാലൻസ് ബാൻഡിന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് എക്സൈറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? എക്സൈറ്റ് ചെയ്തതിനു ശേഷം എക്സൈറ്റേഷൻ സ്റ്റേറ്റ് അൺസ്റ്റേബിൾ ആയതുകൊണ്ട് തിരിച്ച് അത് നോർമൽ വാലൻസ് ബാൻഡിലോട്ട് തന്നെ വരും ബൈ റിലീസിങ് ഹീറ്റ് എനർജി. ഓക്കെ, ഹീറ്റ് എനർജി അതാണ് നമ്മൾക്ക് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് എന്ന് പറയുന്നത്. അപ്പൊ UV റീജിയനിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാല് ഈ പോകുന്ന ഫോട്ടോൺസിനെ ഈ സിലിക്കൺ ഡയോക്സൈഡ് ഉള്ള ഇലക്ട്രോൺസ് ഫോട്ടോൺസിനെ അബ്സോർബ് ചെയ്തിട്ട് എക്സൈറ്റേഷൻ സ്റ്റേറ്റ് പോയിട്ട് എന്ത് ചെയ്യും? ഹൈ എനർജി സ്റ്റേറ്റിലോട്ട് പോകും. എന്നിട്ട് ആഫ്റ്റർ ഷോർട്ട് ടൈം ഇത് റിലീസ് ബാക്ക് ഹീറ്റ് എനർജി പുറത്തോട്ട് റിലീസ് ചെയ്തിട്ട് നോർമൽ വാലൻസ് ബാൻഡിലോട്ട് തന്നെ വരും. സോ UV റീജിയനില് സ്റ്റിമുലേഷൻ കൊണ്ടാണ് എന്തുണ്ടാവുന്നത്? അബ്സോർപ്ഷൻ സംഭവിക്കുക അല്ലെ? സ്റ്റിമുലേഷൻ നടത്താനും വേണ്ടി, അതായത് ലോ എനർജി ലെവലിന് ഹൈ എനർജി ലെവലിലോട്ട് സ്റ്റിമുലേറ്റ് ചെയ്യാനാണ് UV റീജിയനിൽ അബ്സോർപ്ഷൻ നടത്തുന്നത്. ഇനി അബ്സോർപ്ഷൻ ഇൻ ഇൻഫ്രാറെഡ് റീജിയൻ ഇസ് ഡ്യൂ ടു ഇന്ററാക്ഷൻ ഓഫ് ഫോട്ടോൺ വിത്ത് മോളിക്കുലർ വൈബ്രേഷൻ വിത്ത് ഇൻ ദ ഗ്ലാസ്. ഓക്കെ, മോളിക്യൂൾസ്, അതായത് സിലിക്കൺ ഡയോക്സൈഡിൽ ഉണ്ടാവുന്ന മോളിക്യൂൾസിനായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ട് അവിടെ വൈബ്രേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇൻഫ്രാറെഡ് റീജിയനിൽ എന്താ സംഭവിക്കുക, അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് ലൈറ്റിന്റെ റീജിയനിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ മോളിക്യൂൾസിന് വൈബ്രേഷൻ സംഭവിച്ചിട്ടാണ് എന്തുണ്ടാവുന്നത്? ഓക്കെ, അബ്സോർപ്ഷൻ എങ്ങനെ ഉണ്ടാവുന്നത്? ഡ്യൂ ടു വൈബ്രേഷൻ കൊണ്ടാണ് അബ്സോർപ്ഷൻ സംഭവിക്കുന്നത്.
Okay. Then next, oscillations or vibrations of structural units like silica oxide. Silicon dioxide silicon oxygen bond ഉണ്ടാവില്ലേ, silicon oxygen molecule, അതുപോലെ ജെർമേനിയം oxygen molecules cause strong absorption. ഈ വൈബ്രേഷൻ കൊണ്ടും ഈ യൂണിറ്റ് സിലിക്കൺ ഓക്സൈഡ് വൈബ്രേഷൻ, ജെർമേനിയം ഓക്സൈഡ് വൈബ്രേഷൻ കൊണ്ട് ഉണ്ടാവുന്ന വൈബ്രേഷൻ കൊണ്ട് നമുക്ക് സ്ട്രോങ് അബ്സോർപ്ഷൻ ഉണ്ടാവും. അതാണ് ഇൻഫ്രാറെഡ് റീജിയനിൽ വരുന്നത്. ഡ്യൂ ടു മോളിക്കുലർ വൈബ്രേഷൻ കൊണ്ട് എന്തുണ്ടാവും, അബ്സോർപ്ഷൻ ഫോം ചെയ്യും. ഓക്കെ, വൈബ്രേഷൻ ഉണ്ടാവുന്നിടത്ത് അബ്സോർപ്ഷൻ കൂടും. സോ വൈബ്രേഷൻ ഒന്നും ഇല്ലാതെ നമുക്ക് ഫോം ചെയ്യും. ഇൻട്രിൻസിക് അബ്സോർപ്ഷൻ ക്യാൻ ബി മിനിമൈസ്ഡ് ബൈ പ്രോപ്പർ ചോയ്സ് ഓഫ് കോർ ആൻഡ് ക്ലാഡിംഗ് കോമ്പോസിഷൻ. കോർ ക്ലാഡിംഗ് കോമ്പോസിഷൻ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ പ്രോപ്പർ ആയിട്ട് അതിനെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇൻട്രിൻസിക് അബ്സോർപ്ഷൻ എന്ത് ചെയ്യാം, റിമൂവ് ചെയ്യാം. ഇൻട്രിൻസിക് അബ്സോർപ്ഷൻ എന്നുള്ളത് അതിന്റെ ആ ഒരു ഇമ്പ്യൂരിറ്റി വന്നിട്ടൊന്നല്ല, ഓൾറെഡി ഉള്ള ഡിഫക്റ്റ് ആണ്. അപ്പൊ അത് കുറക്കണമെങ്കിൽ നമുക്ക് കോറും ക്ലാഡിക്കും തമ്മിലുള്ള കോമ്പിനേഷന് അതിന്റെ കോമ്പോസിഷൻ പ്രോപ്പർ ആയിട്ട് ചൂസ് ചെയ്താൽ മതി. caused by the interaction with one or more components of the glass. ഗ്ലാസ്സിലുള്ള അതായത് സിലിക്കൺ ഡയോക്സൈഡ് ഉള്ള കോമ്പണൻസ് തമ്മിലുള്ള ഇന്ററാക്ഷൻ ആണ്. അതായത് സിലിക്കനും ഓക്സൈഡ്, ജെർമേനിയം ഓക്സൈഡ്, ഇവർ തമ്മിലുള്ള ഇന്ററാക്ഷൻ കൊണ്ടാണ് intrinsic absorption ഉണ്ടാക്കുന്നത്. It's an absorption that occurs when the material is in a perfect state with no density variations, impurities or material inhomogeneities. മെറ്റീരിയലിലും ഇൻഹോമോജിനിറ്റീസ് ഒന്നും ഇല്ലാതെ, ഡെൻസിറ്റി വേരി ചെയ്യാതെ, ഒരു ഇമ്പ്യൂരിറ്റി ഇല്ലാതെയാണ് ഈ അബ്സോർപ്ഷൻ, ഇൻട്രിൻസിക് അബ്സോർപ്ഷൻ നടക്കുന്നത്. അതായത് പെർഫെക്റ്റ് സ്റ്റേറ്റിലാണ് ഇൻട്രിൻസിക് അബ്സോർപ്ഷൻ നടക്കുന്നത്. ഇൻട്രിൻസിക് അബ്സോർപ്ഷൻ എവിടേക്കാണ് നടക്കുന്നത്, യു വി റീജിയനിലും അതുപോലെ ഇൻഫ്രാറെഡ് റീജിയനിലും. യു വി റീജിയനിൽ എന്തിനാണ് അബ്സോർപ്ഷൻ നടക്കുന്നത്, അതായത് ഇലക്ട്രോൺസിനെ ഹൈ എനർജി ലെവലിലോട്ട് എക്സൈറ്റ് ചെയ്യാനും വേണ്ടിയാണ് യു വി റീജിയനിൽ നടക്കുന്നത്. ഇൻഫ്രാറെഡ് റീജിയനിൽ എങ്ങനെ നടക്കുന്നത്, മോളിക്യൂൾസിന്റെ വൈബ്രേഷൻ, അതായത് സിലിക്കൺ ഓക്സൈഡ്, സിലിക്കൺ ഓക്സിജൻ, അതുപോലെ ഇവർ തമ്മിലുള്ള ബോണ്ടില് അവർ തമ്മിലുള്ള വൈബ്രേഷൻ കാരണമാണ് നമുക്ക് എന്ത് നടക്കുന്നത്, മോളിക്കുലർ വൈബ്രേഷൻ കൊണ്ടാണ് IR റീജിയനിൽ അബ്സോർപ്ഷൻ നടക്കുന്നത്. That's all about intrinsic absorption. Then next we have extrinsic absorption. Extrinsic absorption is due to the transition material element impurities. അതായത് ട്രാൻസിഷൻ മെറ്റീരിയൽ എലമെന്റ്സ് ഉണ്ടാവും. ഈ അതായത് സിലിക്കൺ ഡയോക്സൈഡ് അല്ലാതെ ഫാബ്രിക്കേഷൻ പ്രോസസ്സിൽ വേറെ ഏതെങ്കിലും എലമെന്റ് ഫൈബറിന്റെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ആ ഇമ്പ്യൂരിറ്റീസ് എന്ത് ചെയ്യും, ഈ ഇമ്പ്യൂരിറ്റീസ് അബ്സോർബ് ചെയ്യും. എന്തിനെ, ഈ ഫോട്ടോണിനെ അബ്സോർബ് ചെയ്തിട്ട് ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്തിട്ടുള്ള അബ്സോർപ്ഷൻ ആണ് എക്സ്ട്രിൻസിക് അബ്സോർപ്ഷൻ. എക്സ്ട്രിൻസിക് അബ്സോർപ്ഷൻ ആൾസോ കോസ്ഡ് ബൈ അബ്സോർപ്ഷൻ ഡ്യൂ ടു വാട്ടർ. ഓക്കെ, വാട്ടർ കൊണ്ട് ഉണ്ടാവും. അതായത് സിലിക്കൺ ഡയോക്സൈഡിൽ ചെറിയ വാട്ടർ കണ്ടന്റ് ഉണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ ഇതൊക്കെ ഫാബ്രിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ തന്നെ ഉണ്ട് എന്ത്, മോയ്സ്ചർ കണ്ടന്റ് അല്ലെ, H2O വാട്ടർ കണ്ടന്റ് ഉണ്ട്. സോ ഹൈഡ്രോക്സൈഡ് അയോൺസ്, OH മൈനസ് അയോൺസ് ഉണ്ടായാൽ അബ്സോർപ്ഷൻ കൂടും. ഓക്കെ, കോസ് ബൈ മെറ്റാലിക് ഇമ്പ്യൂരിറ്റീസ്. ഞാൻ പറഞ്ഞു ട്രാൻസ്ഫർ മെറ്റൽ ഇമ്പ്യൂരിറ്റീസ് ആയിട്ടുള്ള അയൺ, നിക്കൽ, ക്രോമിയം ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ഫൈബർ മെറ്റീരിയൽ ഡ്യൂറിംഗ് ഫാബ്രിക്കേഷൻ. ഫാബ്രിക്കേഷന്റെ സമയത്ത് സിലിക്കൺ ഡയോക്സൈഡിന്റെ കൂടെ ഈ ഇങ്ങനെയുള്ള ട്രാൻസിഷൻ മെറ്റൽ എലമെന്റ്സിന്റെ ഒരു ചെറിയ പോർഷൻ ഉണ്ടായാൽ തന്നെ നമുക്ക് എന്ത് സംഭവിക്കും, അവിടെ അബ്സോർപ്ഷൻ കൂടും. ഓക്കെ, water in silica forms silicon hydroxide. സിലിക്കൺ ഡയോക്സൈഡ്, സിലിക്കൺ ഡയോക്സൈഡിൽ വാട്ടർ കണ്ടന്റ്, ഒരു മോയ്സ്ചർ കണ്ടന്റ് വന്നാൽ അവിടെ സിലിക്കൺ ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യും. ഓക്കെ, സിലിക്കൺ ഹൈഡ്രോക്സൈഡ് ബോൺസ് ഫോം ചെയ്യും, വിച്ച് ആർ ബോണ്ടഡ് ഇൻ ടു ദ ഗ്ലാസ് സ്ട്രക്ചർ ആൻഡ് ഹാവ് വൈബ്രേഷൻ വിച്ച് വിൽ റിസൾട്ട് ഇൻ അബ്സോർപ്ഷൻ. ഈ മോളിക്യൂൾസ്, അതായത് സിലിക്കൺ വാട്ടറിനായിട്ട് കോണ്ടാക്ട് വന്നാൽ, ഓക്കെ, നമ്മൾ ഈ ഫാബ്രിക്കേഷൻ പ്രോസസ്സിന്റെ സമയത്ത് സിലിക്കൺ വാട്ടറിനായിട്ട് കോണ്ടാക്ട് വന്നാൽ സിലിക്കൺ ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യും. ഈ സിലിക്കൺ ഹൈഡ്രോക്സൈഡ് പറയുമ്പോൾ ഈ ഗ്ലാസ് സ്ട്രക്ചർ ഉണ്ടല്ലോ, സിലിക്കൺ ഡയോക്സൈഡുമേ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കും, ബോണ്ട് ചെയ്ത് നിൽക്കും. അങ്ങനെ ഇവർ വൈബ്രേഷൻസ് ഉണ്ടാക്കും. വൈബ്രേഷൻസ് ഉണ്ടാക്കിയാൽ നമുക്കറിയാം അബ്സോർപ്ഷൻസ് ഫോം ചെയ്യും. ഓക്കെ, ഇത്രയാണ് അബ്സോർപ്ഷൻ എന്താന്ന് പറഞ്ഞു. Then next we can then we have two types of absorption, that is intrinsic and extrinsic absorption. Okay, then next we have next type of loss is linear effects in optical fiber is scattering losses. Scattering ആണ് മൂന്നാമത്തെ ലോസ്. That is scattering എന്ന് പറഞ്ഞാൽ എന്താ, scattering loss in glass arise from microscopic vibrations in the material density, from compositional fluctuation and from structural inhomogeneities or defects occurring during fiber manufacture. ഈ സ്കാറ്ററിംഗ് എന്ന് പറഞ്ഞാല് ഡിഫറെന്റ് കാരണം കൊണ്ട് നടക്കും. എന്തൊക്കെയുണ്ട്, ചെറിയൊരു വൈബ്രേഷൻ ആണെങ്കിലും, അതുപോലെ തന്നെ മെറ്റീരിയലിന്റെ ഡെൻസിറ്റി ചേഞ്ച് ചെയ്താലും,
ഓക്കെ, ഡെൻസിറ്റി ചേഞ്ച് ഒക്കെ പറഞ്ഞു. മെറ്റീരിയലിന്റെ ഡെൻസിറ്റിയിൽ വരുന്ന ചേഞ്ചും അതുപോലെ തന്നെ മെറ്റീരിയലിന്റെ കോമ്പോസിഷനിൽ വല്ല ഫ്ലക്ച്വേഷൻ വന്നാലോ, അതായത് അതിന്റെ കോമ്പോസിഷൻ എടുക്കുന്നതിൽ ചില വേരിയേഷൻസ് വന്നാലോ, സ്ട്രക്ചറിൽ ഇൻഹോമോജിനിറ്റീസ്, അതായത് സ്ട്രക്ചർ അതിന്റെ ആ ഫൈബറിന്റെ സ്ട്രക്ചറിൽ വരുന്ന ഡിഫറൻസ്, സ്ട്രക്ചർ അതായത് ഡയമീറ്ററിൽ വരുന്ന ചേഞ്ചോ എന്തെങ്കിലും ഒരു സ്ട്രക്ചറിൽ എന്തെങ്കിലും പ്രശ്നം വന്നാലോ ഒക്കെയാണ് സ്കാറ്ററിംഗ് ലോസ് വരാറ്. സ്കാറ്ററിംഗ് ലോസ് എന്ന് പറഞ്ഞാലൊന്നുമില്ല, നമ്മുടെ ലൈറ്റ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ വഴിയാണ് നമ്മുടെ കോറിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ വഴി നടക്കുമ്പോൾ ഇവിടെ നമ്മുടെ ഈ കോർ ക്ലാഡിംഗ് ഇന്റർഫേസിൽ എന്തെങ്കിലും ഡിഫക്റ്റ്, എന്തെങ്കിലും ഒരു സ്ട്രക്ചറിൽ എന്തെങ്കിലും ചേഞ്ച് വരണമെങ്കിൽ ഇതെന്താവും, ഈ കോറിനകത്തിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് പകരം അത് സ്കാറ്റേർഡ് ഔട്ട്, പുറത്തോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും. അങ്ങനെ നമുക്ക് ഇൻഫോർമേഷൻ ലോസ് ആവും. ദാറ്റ് ഈസ് കാൾഡ് സ്കാറ്ററിംഗ് ലോസ്. Scattering transfers optical power of one mode to another mode. Signal can get attenuated if the power is transferred to a leaky mode which doesn't continue to propagate through the fiber but radiate out. എന്താ പറഞ്ഞത്? സിഗ്നൽ ക്യാൻ ഗെറ്റ് അറ്റുനേറ്റഡ് ഇഫ് പവർ. സിഗ്നൽ അറ്റുനേറ്റ് ആവും. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലൈറ്റ് കോറിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ സ്കാറ്ററിംഗ് വരുമ്പോൾ ഈ ഡിഫക്റ്റ് ഉണ്ട്, അതായത് കോമ്പോസിഷനിലുള്ള ഫ്ലക്ച്വേഷനോ അല്ലെങ്കിൽ ഡെൻസിറ്റി, സിലിക്കൺ ഡയോക്സൈഡ് ഒരു സ്ഥലത്ത് ഡെൻസിറ്റി കൂടുതലാവും, അതായത് കുറച്ച് കൂടുതൽ സിലിക്കൺ ഡയോക്സൈഡിന്റെ ബോണ്ട് വരും, ചിലർക്ക് കുറച്ച് കുറവ് സിലിക്കൺ ഡയോക്സൈഡിന്റെ ബോണ്ട് വരും. അതായത് സിലിക്കൺ ഡയോക്സൈഡിന്റെ ഡെൻസിറ്റിയിൽ വരുന്ന ചേഞ്ചസോ അല്ലെങ്കിൽ കോർ ക്ലാഡിംഗ് ഇന്റർഫേസിൽ എന്തെങ്കിലും ഡിഫക്റ്റോ എന്തെങ്കിലും ചെറിയ സ്ക്രാച്ച് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ എന്താവും, ഈ ലൈറ്റ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടന്ന് കോറിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് പകരം സ്കാറ്ററിംഗ് നടന്ന് ഔട്ട് ഓഫ് ദ കോറിന്റെ പുറത്തോട്ട് റേഡിയേറ്റ് ചെയ്ത് പോകും. ഓക്കെ, അപ്പൊ നമുക്കറിയാം സിഗ്നൽ, അതായത് ഒപ്റ്റിക്കൽ പവർ, സിഗ്നൽ പവർ എന്തെയും പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ നമുക്ക് ഇൻഫോർമേഷൻ ലോസ് ഉണ്ടാവും. സോ നോ ചേഞ്ച് ഇൻ ഫ്രീക്വൻസി ഡ്യൂ ടു സ്കാറ്ററിംഗ്. സ്കാറ്ററിംഗ് കൊണ്ട് നമുക്ക് ഫ്രീക്വൻസിയിൽ ഒരു ചേഞ്ചും വരില്ല. ഓക്കെ, സ്കാറ്ററിംഗ് നടന്നു വിചാരിച്ച് നമ്മുടെ ഫ്രീക്വൻസിയിൽ ഒരു ചേഞ്ചും വരില്ല. ദിസ് ഇസ് ഇറ്റ്സ് നോട്ട് ക്ലിയർ എന്തോ. ഇതാണ് നമ്മൾ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ കഴിഞ്ഞ് വേവ് ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യാണ്. ഇവിടെയാണ് സ്കാറ്ററിംഗ് നടക്കുന്നത്. സ്കാറ്ററിംഗ് നടക്കുമ്പോൾ നമ്മുടെ കോറിന്റെ പുറത്ത് പോണ വേവ്സിനാണ് സ്കാറ്ററിംഗ് എന്ന് പറയാം. അത്രേ ഉള്ളൂ. 2 types ഓഫ് സ്കാറ്ററിംഗ് ഉണ്ട്. റേലേ സ്കാറ്ററിംഗ് ഉണ്ട്, മീ സ്കാറ്ററിംഗ് ഉണ്ട്. ഓക്കെ, ഇതിൽ വാട്ട് ഈസ് റേലേ സ്കാറ്ററിംഗ്? Rayleigh scattering occurs due to material inhomogeneities, density and compositional variation. ഡെൻസിറ്റിയിലും കോമ്പോസിഷൻ, അതായത് സിലിക്കൺ ഡയോക്സൈഡിന്റെ കോമ്പോസിഷനിലുണ്ടാ വേരിയേഷൻ കൊണ്ടൊക്കെയാണ് എന്തുണ്ടാവുന്നത്, റേലേ സ്കാറ്ററിംഗ് ഉണ്ടാകുന്നത്. ഓക്കെ, നമുക്ക് അതെങ്ങനെ പറയാം? ഗ്ലാസ് ഈസ് കമ്പോസ്ഡ് ഓഫ് റാൻഡംലി കണക്റ്റഡ് നെറ്റ്വർക്ക് ഓഫ് മോളിക്യൂൾസ്. ഗ്ലാസ് പറഞ്ഞാൽ ഒരുപാട് റാൻഡായിട്ട് മോളിക്യൂൾസ് കണക്ട് ചെയ്തിട്ടാണ് ഗ്ലാസ് ഫോം ചെയ്യുന്നത്. നമുക്കറിയാം സിലിക്കൺ ഡയോക്സൈഡ്. സിലിക്കൺ ഡയോക്സൈഡ് കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും സിലിക്കണും ഓക്സൈഡും ഓക്സിജനും അങ്ങനെ ഒരുപാട് കണക്ഷൻസ്, അതായത് മോളിക്കുലർ കണക്ഷൻസ് യൂസ് ചെയ്ത് നെറ്റ്വർക്ക് യൂസ് ചെയ്തിട്ടാണ് ഗ്ലാസ് ഫോം ചെയ്തിരുന്നത്. സച്ച് എ സ്ട്രക്ചർ നാച്ചുറലി കണ്ടെയ്ൻസ് റീജിയൻസ് in which the molecular density is either higher or lower than the average density in the glass. Okay, അങ്ങനെയുള്ള, അതായത് ഒരുപാട് ഒരു മോളിക്യൂൾസിന്റെ നെറ്റ്വർക്കുള്ള ഈ ഗ്ലാസ്, സിലിക്കൺ ഡയോക്സൈഡിന്റെ ഒരുപാട് നെറ്റ്വർക്കുള്ള ഈ ഗ്ലാസ് മെറ്റീരിയലില് ചില സ്ഥലത്ത് ഈ മോളിക്യൂളിന്റെ ഡെൻസിറ്റി കൂടും, ചില സ്ഥലത്ത് മോളിക്യൂളിന്റെ ഡെൻസിറ്റി കുറയും, ചില സ്ഥലത്ത് ഒരു ആവറേജ്. അപ്പോൾ ഈ ഫുൾ സ്ട്രക്ചർ നോക്കുമ്പോൾ ഈ മോളിക്കുലാർ ഡെൻസിറ്റി ചേഞ്ച് വരും. ഓക്കെ, ഇൻ അഡീഷൻ, സിൻസ് ഗ്ലാസ് ഇസ് മേഡ് അപ്പ് ഓഫ് സെവറൽ ഓക്സൈഡ് സച്ച് ആസ് സിലിക്കൺ ഡയോക്സൈഡ്, GeO2 and P2O5, compositional fluctuation can occur. These factors result in refractive index fluctuations. ഇവിടെ എന്താ പറഞ്ഞതെന്ന് വെച്ചാല് നമ്മുടെ സിലിക്കൺ ഡയോക്സൈഡ് മാത്രമല്ല, ഈ ജെർമേനിയം ഡയോക്സൈഡ്, അങ്ങനെ ഒരുപാട് ഈ ഗ്ലാസ് തന്നെ പല ടൈപ്പ് ഗ്ലാസ് ഉണ്ട്. ഫൈബറിന്റെ സിലിക്കൺ ഡയോക്സൈഡ് മാത്രം കൊണ്ടും അതുപോലെ തന്നെ ഇതിന്റെ സിലിക്കൺ ഡയോക്സൈഡും ജെർമേൻ ഇങ്ങനെ കുറെ ഓക്സൈഡ്സിന്റെ കോമ്പിനേഷൻ കൊണ്ടുകൊണ്ട് നമ്മൾ എന്തുണ്ടാക്കും, ഗ്ലാസ് ഉണ്ടാക്കും. അപ്പൊ ഈ കോമ്പോസിഷണൽ ഫ്ലക്ച്വേഷൻ, ഇവരുടെ കോമ്പോസിഷൻ നല്ല റേഷ്യോയിൽ വരണം. അപ്പൊ കോമ്പോസിഷനിൽ വല്ല ഫ്ലക്ച്വേഷൻ വന്നാലും എന്ത് സംഭവിക്കും, റേലേ സ്കാറ്ററിംഗ് സംഭവിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഈ കോമ്പോസിഷനുള്ള ഫ്ലക്ച്വേഷനും അതുപോലെ തന്നെ മോളിക്കുലർ ഡെൻസിറ്റിയുള്ള ചേഞ്ചസും ഈ രണ്ട് കാരണം കൊണ്ട് എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഈ കോറിന്റെ കോറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൽ ചേഞ്ച് വരും. ഓക്കെ, കോർ യൂണിഫോം ആയിട്ടുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് പകരം അതില് വേറെ കോമ്പോസിഷണൽ ആയിട്ടുള്ള വേറെ ഓക്സൈഡ്സ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഉള്ള ഒരു സിലിക്കൺ ഡയോക്സൈഡ് മാത്രമാണ് അവരുടെ ഡെൻസിറ്റിയിലുള്ള മോളിക്കുലർ ഡെൻസിറ്റിയിലുള്ള ചേഞ്ചസ് കൊണ്ട് അവരുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൽ എന്ത് വരും, ഫ്ലക്ച്വേഷൻസ് വരും. ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഫ്ലക്ച്വേറ്റ് ചെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്,
ഈ സ്കാറ്ററിങ് സംഭവിക്കുന്നത്, ഈ ലൈറ്റ് സ്കാറ്റർ ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ ഇങ്ങനെ നോക്കിയാൽ മതി. ഇപ്പൊ നമ്മുടെ ഈ ഡെൻസിറ്റിയുടെ കേസ് നോക്ക്. ഒരു സ്ഥലത്ത് നമ്മളിങ്ങനെ ഒരു കോറ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ കോറ് ഫുൾ യൂണിഫോംലി ആണ്. ഒരു ചെറിയ ഒരു ഡോട്ടിൽ ചിലപ്പോൾ അവിടെ ഒരു ഒന്ന് രണ്ട് മോളിക്യൂൾസ് കൂടി അല്ലെങ്കിൽ അതിന്റെ ഡെൻസിറ്റി കൂടിയാൽ അതേമ അഥവാ റേസ് തട്ടുന്നുണ്ടെങ്കിൽ, ഓക്കെ, അപ്പൊ ഫ്രീക്വന്റ് ആയിട്ട് റേസ് വരികയാണ് തട്ടും. ഓക്കെ, റേസ് തട്ടുന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, അവിടെ ഡെൻസിറ്റി കൂടുതലാണ്. അപ്പോൾ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കാതെ ആംഗിൾ മാറും. അപ്പൊ ആംഗിൾ മാറുമ്പോൾ എന്തായി, സ്കാറ്റർ ആയി. അപ്പൊ സ്കാറ്റർ ചെയ്യുമ്പോൾ നമ്മുടെ കോറിന്റെ പുറത്തോട്ട് സ്കാറ്റർ ചെയ്ത് പോകും. ദാറ്റ് ഇസ് സ്കാറ്ററിംഗ്. Attenuation due to Rayleigh scattering is inversely proportional to lambda raised to 4. അതായത് വേവ് ലെങ്ത്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അതാണ് ഞാൻ പറഞ്ഞത്. വേവ് ലെങ്ത്തിന് പ്രൊപ്പോർഷൻ. വേവ് ലെങ്ത് പറയുമ്പോൾ രണ്ട് വേവ്സ് തമ്മിലുള്ള ലെങ്ത് അല്ലേ. അപ്പൊ അറ്റുനേഷൻ കുറക്കണമെങ്കിൽ വേവ് ലെങ്ത് കൂടണം, അവർ തമ്മിലുള്ള ലെങ്ത് കൂടണം. അപ്പൊ നമ്മുടെ ഫോട്ടോണിന്റെ ലൈറ്റ് വരുന്നതിന്റെ ലെങ്ത് കൂടിയാൽ ചിലപ്പോൾ ആ ഇംപെർഫെക്ഷനിൽ തട്ടാതെ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും അല്ലെ. അതല്ല വേവ്സ് തമ്മിൽ അടുത്തടുത്താണെങ്കിൽ, ഓക്കെ, ലൈറ്റ് പോകുന്ന വേവ്സ്, ലൈറ്റിന്റെ വേവ് ഫോമിന്റെ വേവ് ലെങ്ത് കുറവാണെങ്കിൽ, അടുത്താണെങ്കിൽ എല്ലാ പോർഷൻസിലും മാക്സിമം നമ്പർ ഓഫ് പോർഷൻസിൽ ഇത് ടച്ച് ചെയ്തിട്ടാണ് പോവുക. അപ്പൊ എന്താവും, അവിടെ സ്കാറ്ററിങ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഡെൻസിറ്റി കൂടുതലുള്ളതോ കുറവുള്ള സ്ഥലത്ത് തട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അവിടെ തട്ടിയിട്ട് എന്തായി മാറും, സ്കാറ്ററിംഗ് ലോസ് സംഭവിക്കും. അപ്പൊ വേവ് ലെങ്ത് കൂടുതലാണെങ്കിൽ രണ്ട് വേവ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുതലാണ്. അപ്പൊ വലിയ വേവ്സാ പോവാ. അപ്പൊ ഇതിന്റെ ഇടയിൽ ഉണ്ടെങ്കിൽ നമുക്ക് അടുപ്പിച്ചടുപ്പിച്ച് വേവ്സ് പോകുന്നത് കമ്പയർ ചെയ്യുമ്പോൾ ഇത് വേവ് ലെങ്ത് കൂടിയ വേവ്സ് പോകുമ്പോൾ ഇതിനൊക്കെ നമുക്ക് ടച്ച് ചെയ്യാതെ പോകാൻ പറ്റും. അങ്ങനെയാണ് സ്കാറ്ററിംഗ് ലോസ് റെഡ്യൂസ് ചെയ്യുന്നത്. സോ സ്കാറ്ററിംഗ് റെഡ്യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് വേവ് ലെങ്ത് ഇൻക്രീസ് ചെയ്താൽ മതി. ഓക്കെ, അല്ല, വേവ് ലെങ്ത് ഇൻക്രീസ് ചെയ്താൽ മതി. ഓക്കെ, വേവ് ലെങ്ത് ഇൻക്രീസ് ചെയ്താൽ സ്കാറ്ററിംഗ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. വേവ് ലെങ്ത് ഇൻക്രീസ് ചെയ്യുക, അതായത് രണ്ട് വേവ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യണം. അതിന്റെ ഒരു ഇക്വേഷൻ ആണ് ഗാമ ആർ ഇസ് ഇക്വൽ ടു 8π³ 3 lambda raised to 4 n raised to 8 p square beta c KTF. ഓക്കെ, ഗാമ ആർ എന്ന റേലെ സ്കാറ്ററിംഗ് കോഎഫിഷ്യന്റ് ആണ് ഗാമ ആർ. ലാംഡ എന്ന വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്, n റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മീഡിയം, പി എന്ന് പറയുമ്പോൾ ഫോട്ടോ ഇലാസ്റ്റിക് കോഎഫിഷ്യന്റ്, അതായത് ആ ഫൈബറിന്റെ ഒരു കോഎഫിഷ്യന്റ് ആണ്. ഫോട്ടോ ഇലാസ്റ്റിസിറ്റി മെഷർ ചെയ്യാനുള്ള കോഎഫിഷ്യന്റ്, ഫോട്ടോ ഇലാസ്റ്റിക് കോഎഫിഷ്യന്റ്. ബി സി എന്ന് പറയുമ്പോൾ ഐസോതെർമൽ കംപ്രസിബിലിറ്റി ആണ്. കംപ്രഷൻ, ആ ഫൈബറിന്റെ കംപ്രസിബിലിറ്റി ഫാക്ടർ ആണ് ബീറ്റ സി. അറ്റ് 50 ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ട് TF പറഞ്ഞാൽ 50 ടെമ്പറേച്ചർ ആണ്. എന്താണ് 50 ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാല്, അതായത് ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ ഡെൻസിറ്റി വൈബ്രേഷൻസ് വേരിയേഷൻസ് ആർ ഫ്രോസൺ ഇൻ ടു ദ ഗ്ലാസ് വെൻ ഇറ്റ് ഇസ് സോൾഡിഫൈസ്. ഓക്കെ, അതായത് ഈ ഫൈബർ സോൾഡിഫൈ ചെയ്യാനുള്ള ടെമ്പറേച്ചർ ആണ് 50 ടെമ്പറേച്ചർ. K എന്ന് പറഞ്ഞാൽ ബോൾസ്മാൻ കോൺസ്റ്റന്റ്. ദെൻ റിലേഷൻ ബിറ്റ്വീൻ ഗാമ ആർ എന്ന് പറയുമ്പോൾ ഇത് Rayleigh scattering coefficient and transmission loss factor. Transmission loss factor എന്ന് പറയുമ്പോൾ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ എത്ര ലോസ് വന്നതാണ് ട്രാൻസ്മിഷൻ ലോസ് ഫാക്ടർ. അതിന് നമ്മൾ ട്രാൻസ്മിസിവിറ്റി അറിയും. അപ്പൊ ഈ ഗാമ ആർ സ്കാറ്ററിങ്ങും അതുപോലെ തന്നെ ട്രാൻസ്മിസിവിറ്റിയും തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിസിവിറ്റി ഈസ് ഈക്വൽ ടു e⁻ ഗാമ ആർ ഇൻറ്റു എൽ. അത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ട്രാൻസ്മിഷൻ ലോസ് പറഞ്ഞാൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്കാറ്ററിംഗ് അല്ലെ. സ്കാറ്ററിംഗ് ലോസ് കൂടിയാൽ ട്രാൻസ്മിഷൻ ലോസ് കൂടും. അപ്പൊ എൽ പറയുമ്പോൾ ലെങ്ത് ഓഫ് ഫൈബർ ആണ്. ഓക്കെ, അപ്പൊ ലെങ്ത് കൂടുന്തോറും ട്രാൻസ്മിഷൻ ലോസ് കൂടും. ഓക്കെ, സ്കാറ്ററിംഗ് ലോസ് പറയുമ്പോൾ സ്കാറ്റർ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ലോസ്, അപ്പൊ അതിന്റെ ലെങ്ത് കൂടുന്തോറും ആ സ്കാറ്റർ ചെയ്യുന്ന ലോസ് ഇൻക്രീസ് ചെയ്ത് വരും. പിന്നെ അറ്റുനേഷൻ ഡ്യൂ ടു റേലെ സ്കാറ്ററിംഗ്. റേലെ സ്കാറ്ററിംഗ് കൊണ്ട് ഉണ്ടാവുന്ന അറ്റുനേഷൻ എന്ന് പറയുമ്പോൾ പവറിലുള്ള ചേഞ്ച് അല്ലെ. ഇൻപുട്ട് പവറിലുള്ള ചേഞ്ച് പറയുമ്പോൾ ആൽഫ is equal to 10 log 1 by transmissivity. Okay. Then Rayleigh scattering can be reduced by operating at the largest possible wave. ഞാൻ പറഞ്ഞു വേവ് ലെങ്ത് കൂട്ടിയാൽ Rayleigh scattering നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെഡ്യൂസ് ചെയ്യാൻ പറ്റും. The next type of scattering is Meese scattering. Okay. It results from the non-perfect cylindrical structure of the fiber and may be caused by the fiber imperfections such as irregularities in the core cladding interface, core cladding refractive index difference along the fiber, diameter fluctuations and strain. ഇപ്പൊ മീസ് സ്കാറ്ററിങ്ങും റേലെ സ്കാറ്ററിംഗ് എന്തായിരുന്നു പറഞ്ഞത്, അതിന് അകത്തുള്ള കാര്യങ്ങളാണ്. അതായത് സിലിക്കൺ ഡയോക്സൈഡിന്റെ മോളിക്യൂൾസിന്റെ ഡെൻസിറ്റി തമ്മിലുള്ള വേരിയേഷൻസും അതുപോലെ തന്നെ സിലിക്കൺ ഡയോക്സൈഡും വേറെ ജെർമേനിയം ഡയോക്സൈഡ് ഇവർ തമ്മിലുള്ള കോമ്പോസിഷനും. അപ്പൊ അതിലൊക്കെ റേലെ സ്കാറ്ററിംഗ് എന്ന് പറയുമ്പോൾ ആ മെറ്റീരിയൽ ഫൈബർ മെറ്റീരിയലിന്റെ അകത്ത് വരുന്ന സംഭവങ്ങളാണ് റേലെ സ്കാറ്ററിംഗ് വരുന്നത്. മീസ് സ്കാറ്ററിംഗ് നോക്ക്, അതിന്റെ ഡയമെൻഷനും അതിന്റെ പുറത്ത് വരുന്ന കാര്യങ്ങളാണ്. അതായത് ഇൻറെഗുലാരിറ്റീസ് ഇൻ ദ
നോൺ പെർഫെക്റ്റ് സിലിണ്ടറിക്കൽ സ്ട്രക്ചർ ആണ് നമുക്ക് എന്ത് വരുന്നത്, കോർ ക്ലാഡിംഗ് വരുന്നത്, കോർ ക്ലാഡിംഗ് അതായത് ഫൈബർ വരുന്നത്. അപ്പൊ ഈ ഫൈബറിന്റെ സിലിണ്ടറിക്കൽ സ്ട്രക്ചർ അല്ലാത്ത ഫോം, സ്ട്രക്ചറിൽ വരുന്ന ഡിഫറൻസ്, അല്ലെങ്കിൽ കോർ ക്ലാഡിംഗ് ഇന്റർഫേസിൽ വരുന്ന ഇറഗുലാരിറ്റി, അതുപോലെ തന്നെ കോർ ക്ലാഡിംഗിൽ അലോങ് ദ ഫൈബർ മൊത്തം നോക്കുകയാണെങ്കിൽ കോർ ക്ലാഡിംഗിൽ വരുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ചേഞ്ച്, അതായത് ഒരു സ്ഥലത്ത് കോർ ക്ലാഡിംഗിൽ വരുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ചേഞ്ച് ആവില്ല, വേറൊരു ലെങ്ത് ഫൈബറിന്റെ കുറെ അങ്ങോട്ട് പോയാൽ ഒരു കുറച്ച് ഫൈബറിന്റെ ലെങ്ത് പോയാൽ അവിടെ വരുന്ന കോർ ക്ലാഡിംഗ് ഇന്റർഫേസ് ചേഞ്ച് ആവും. അപ്പൊ ഈ കോർ ക്ലാഡിംഗ് ഇന്റർഫേസ് അലോങ് ദ ഫൈബറിലുള്ള ചേഞ്ചസ്, അതുപോലെ തന്നെ ഇത് നമ്മൾ സിലിണ്ടറിക്കൽ ആണെന്ന് പറഞ്ഞു. അപ്പൊ സിലിണ്ടറിക്കൽ ആയതുകൊണ്ട് തന്നെ അതിന്റെ ഡയമീറ്റർ എപ്പോഴും സെയിം ആണ് അല്ലെ. പക്ഷെ ഡയമീറ്ററിൽ ഫ്ലക്ച്വേഷൻസ് വന്നാല് പിന്നെ ഫൈബറിന് സ്ട്രെയിൻ കൂടുമ്പോൾ വരുന്ന ഫ്ലക്ച്വേഷൻസ്, അങ്ങനെ മീ സ്കാറ്ററിംഗ് വരുമ്പോൾ ആ ഫൈബറിന്റെ ഫിസിക്കൽ ആയിട്ടുള്ള സംഭവത്തിൽ അതായത് എന്തെങ്കിലും പ്രശ്നം വന്നാലാണ് മീ സ്കാറ്ററിംഗ് വരുന്നത്. ഓക്കെ, അതായത് മീ സ്കാറ്ററിംഗ് പറഞ്ഞാൽ ഇത് തന്നെയാണ്, എന്താ ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത് സ്കാറ്റർ ചെയ്ത് പുറത്തോട്ട് പോവാം. മീ സ്കാറ്ററിംഗ് പറയുമ്പോൾ അതിന്റെ ഫിസിക്കൽ ഡയമീറ്ററിന്, അതുപോലെ തന്നെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അലോങ് ദ ഫൈബറിൽ വരുന്ന ചേഞ്ച്, അതുപോലെ കോർ ക്ലാഡിംഗ് വരുന്ന ഇറഗുലാരിറ്റീസ്, കോറിന്റെ ക്ലാഡിംഗിൽ വരുന്ന ഇറഗുലാരിറ്റി, അതുപോലെ തന്നെ സിലിണ്ടറിക്കൽ സ്ട്രക്ചറിന് ഡിഫറെന്റ് ആയിട്ടുള്ള സ്ട്രക്ചർ വരുമ്പോൾ, സ്ട്രക്ചറിൽ വരുന്ന ചേഞ്ച് വരുമ്പോഴൊക്കെ എന്ത് ചെയ്യും, നമ്മുടെ ലൈറ്റ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിക്കാതെ സ്കാറ്റർ ചെയ്തു പോകും. Okay, scattering created by such imperfection is mainly in forward direction and is called Mie scattering. Forward അതായത് പോയോണ്ടിരിക്കുമ്പോൾ വരുന്ന ചേഞ്ചസ് ആണ്. ഓക്കെ, ദീസ് ലോസ് റിസൾട്ട്സ് ഫ്രം ദ കോമ്പോസിഷണൽ ഫ്ലക്ച്വേഷൻസ് ആൻഡ് സ്ട്രക്ചറൽ ഇൻഹോമോജിനിറ്റീസ്. അത് സെയിം പറഞ്ഞതിനാണ് പറയുന്നത്. which will affect the causes the light to scatter outside the fiber. ഫൈബറിന്റെ പുറത്തോട്ട് പോകാൻ സഹായിക്കുന്നു എന്ത്, ഈ ഇൻഹോമോജിനിറ്റീസ് അതുപോലെ തന്നെ സ്ട്രക്ചറിൽ വരുന്ന ചേഞ്ചസ് ഒക്കെ. It occurs at points where inhomogeneities is comparable in size or greater than lambda by 10 with gated wave. അത് ഗേഡഡ് വേവ് ലെങ്ത് വെച്ച് നോക്കുമ്പോൾ ഇൻഹോമോജിനിറ്റീസ് വരുന്ന സ്ഥലത്താണ് ഇത് സംഭവിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ സെയിം സംഭവം തന്നെ പറഞ്ഞത്. ഈ ഇൻഹോമോജിനിറ്റീസ് എന്തൊക്കെയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ തന്നെയാണ്, അതായത് നോൺ പെർഫെക്റ്റ് സിലിണ്ടറിക്കൽ സ്ട്രക്ചറിൽ വരുന്ന ചേഞ്ചസ്, പിന്നെ കോർ ക്ലാഡിംഗ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൽ വരുന്ന ചേഞ്ചസ് പോയിന്റ് ആക്കി എഴുതിയെന്നുള്ളൂ. പിന്നെ ഇറഗുലാരിറ്റീസ് ഇൻ കോർ ക്ലാഡിംഗ് ഇന്റർഫേസിൽ വരുന്ന ഇറഗുലാരിറ്റീസ്, ചേഞ്ചസ് ഇൻ ഫൈബർ ഡയമീറ്റർ വിത്ത് ലെങ്ത്തിൽ നോക്കുകയാണെങ്കിൽ ഫൈബറിന്റെ ഡയമീറ്ററിൽ വരുന്ന ചേഞ്ച്, പിന്നെ പ്രസൻസ് ഓഫ് എയർ ബബിൾസ്, അത് മാനുഫാക്ചറിംഗ് ഇഫക്റ്റിൽ വരുന്ന. അപ്പൊ എയർ ബബിൾസിന്റെ പ്രസൻസ് വന്നാൽ, ഓക്കെ, അത് വാട്ടർ എന്താണ് എയർ ബബിൾസിന്റെ പ്രസൻസ് വന്നാലും സ്കാറ്ററിംഗ് സംഭവിക്കും. അത് ഈ മീ സ്കാറ്ററിംഗിലാണ് പെടുന്നത് കേട്ടോ. സ്കാറ്ററിംഗ് ക്രിയേറ്റഡ് are in the forward direction can be reduced. ഈ സ്കാറ്ററിംഗ് അതായത് ഇംപെർഫെക്ഷൻ സിലിണ്ടറിക്കൽ വരുന്ന, അങ്ങനെ മീ സ്കാറ്ററിംഗ് നമുക്ക് റിമൂവ് ചെയ്യാൻ രണ്ട് വഴികളുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ റിമൂവിങ് ദ ഇംപെർഫെക്ഷൻ ഡ്യൂ ടു ഗ്ലാസ് മാനുഫാക്ചറിംഗ് പ്രോസസ്. ഗ്ലാസ് മാനുഫാക്ചറിംഗ് പ്രോസസ്സിൽ വരുന്ന ഇംപെർഫെക്ഷൻസ് ഒക്കെ മാക്സിമം റിമൂവ് ചെയ്യാൻ നോക്കുക. അതായത് നോൺ യൂണിഫോം ഫൈബർ ഡയമീറ്റർ, അതൊക്കെ ഫാബ്രിക്കേഷന്റെ സമയത്ത് വരുന്നതാണ്. അതുപോലത്തെ പ്രസൻസ് ഓഫ് ബബിൾസിന്റെ ഒക്കെ പ്രശ്നംസ് ഒക്കെ മാനുഫാക്ചറിംഗ് പ്രോസസ്സിന്റെ ടൈമിൽ വരുന്നതാണ്. ആ ഇംപെർഫെക്ഷൻസ് റിമൂവ് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ ഇൻക്രീസിംഗ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിഫറൻസ്, ഇൻക്രീസിംഗ് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിഫറൻസ് ടു മേക്ക് ദ ഫൈബർ മോർ ഗൈഡിങ്. ഫൈബർ കൂടുതൽ ഗൈഡിങ് ചെയ്യാനും വേണ്ടി ആ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിഫറൻസ് എന്ത് ചെയ്യുക, ഇൻക്രീസ് ചെയ്യുക. അതായത് നമ്മൾ കഴിഞ്ഞതും ആ ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൽ വരുന്ന ചേഞ്ച് ഒക്കെ നികത്തിയാൽ നമുക്ക് എന്ത് ചെയ്യാം, മോർ ഈസിലി ഫൈബറിലൂടെ ലൈറ്റ് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. Okay, that's all about today's class that we have discussed about scattering and absorption. Okay, see you in the next class. Until then.